നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന ആരോഗ്യ വാർത്തകൾ. സോറിയാസിസ് രോഗം ബാധിച്ച 60% ജനങ്ങൾ ഇന്ത്യയിൽ വിവേചനവും അപമാനവും നേരിടേണ്ടി വരുന്നുണ്ടെന്ന് ആഗോള സോറിയാസിസ് സർവേ റിപ്പോർട്ട്. അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായ ഡൽഹിയിൽ ക്ഷയരോഗം വ്യാപിക്കുന്നതായി കണ്ടെത്തൽ. ഓരോ ദിവസവും ക്ഷയരോഗം ബാധിച്ച് ജീവൻ നഷ്ടമാകുന്നത് 10 പേർക്ക്. ആന്റിബയോട്ടിക്കുകൾ മുഴുവൻ ഡോസും കഴിക്കണമെന്ന നിർദ്ദേശത്തെ വെല്ലുവിളിച്ച് ഒരു സംഘം ഗവേഷകർ. ചില സാഹചര്യങ്ങളിൽ പകുതി ഡോസ് കഴിച്ച ശേഷം മരുന്ന് നിർത്തുന്നത് ശരീരത്തിന് ആന്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കാനുള്ള കഴിവ് കൂട്ടുമെന്ന് പഠനം. സോറിയാസിസ് രോഗം ബാധിച്ച 60% ജനങ്ങൾ ഇന്ത്യയിൽ വിവേചനവും അപമാനവും നേരിടേണ്ടി വരുന്നുണ്ടെന്ന് ആഗോള സോറിയാസിസ് സർവേ റിപ്പോർട്ട്. ലോകത്തെമ്പാടുമുള്ള സോറിയാസിസ് ബാധിതരിൽ 84% പേരും വിവിധ രീതിയിൽ വിവേചനവും അപമാനവും നേരിടേണ്ടി വരുന്നുണ്ടെന്നാണ് സർവേ ഫലം. 40% പേരും പൊതുസ്ഥലങ്ങളിലാണ് വിവേചനവും അപമാനവും നേരിടേണ്ടി വരുന്നത്. രോഗം പൂർണ്ണമായും ഭേദമാകുന്ന കാര്യത്തിൽ സോറിയാസിസ് ബാധിതർക്ക് പ്രതീക്ഷ വളരെ കുറവാണെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. 48% പേരും സോറിയാസിസ് തങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തെ ബാധിച്ചതായി പറയുന്നുണ്ട്. അസുഖം തങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ ബാധിച്ചുവെന്ന് പറയുന്നവർ 30%. 18% പേർക്ക് രോഗം പകരുമോ എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും സർവേ പറയുന്നു. 8300 പേർ സർവേയിൽ പങ്കെടുത്തു. കർക്കിടക മാസ രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ സി രവീന്ദ്രനാഥ് കാമത്താണ്. നമസ്കാരം ഡോക്ടർ. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യമായി ഈ കർക്കിടക രോഗങ്ങൾ അഥവാ മഴക്കാല രോഗങ്ങൾ എന്ന് അറിയപ്പെടുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് വിശദീകരിക്കാമോ? മഴക്കാലത്ത് പല രോഗങ്ങളും പൊട്ടിപ്പുറപ്പെടുകയും പെട്ടെന്ന് പടർന്നു പിടിക്കാറുമുണ്ട്. മറ്റെല്ലാ കാലാവസ്ഥകളിലും ഉള്ള രോഗങ്ങൾ തന്നെ വർദ്ധിച്ച തോതിൽ കാണുന്നു എന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകത. പൊതുവെ കാണപ്പെടുന്നത് പനിയും അതിനെ തുടർന്ന് വരുന്ന ചുമയും കഫക്കെട്ടും ഉദരസംബന്ധമായ രോഗങ്ങളായ വയറിളക്കം അങ്ങനെയൊക്കെയുള്ളവയാണ്. പക്ഷെ മഴക്കാലത്ത് അവ വർദ്ധിതമായ തോതിൽ കാണപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് അവയെ മഴക്കാല രോഗങ്ങളെന്ന് വിളിക്കുന്നത്. മറ്റ് സീസണുകളിൽ കാണുന്ന രോഗങ്ങളുമായിട്ട് അവയ്ക്ക് പ്രത്യേകിച്ചും സ്ഥായിയായ വ്യത്യാസമൊന്നുമില്ല. കൂടിയ അളവിൽ കാണപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഘടകങ്ങൾ ഒന്നു ചേരുന്നതുകൊണ്ടാണ് അത്തരം രോഗങ്ങൾ വർദ്ധമാനമായ തോതിൽ കാണപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, ഒരു കാലാവസ്ഥയിൽ നിന്ന് മറ്റൊരു കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് കാണുന്ന മഴക്കാലത്താണ്. കാരണം അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥ വേനലാണ്. കഠിനമായ ചൂടും വിയർപ്പും പൊടിയുമേറ്റ് ക്ഷീണിച്ചിരുന്ന ശരീരം പെട്ടെന്ന് തണുപ്പും ഈർപ്പവും കാറ്റുമുള്ള ഒരു കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയിൽ ചില വിള്ളലുകളുണ്ടാവും. ഈ വിള്ളലുകൾ മുതലെടുത്തുകൊണ്ട് പല രോഗങ്ങളും നമ്മളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മഴക്കാലത്ത് ജലത്തിൻ്റെ സാന്നിധ്യവും ഈർപ്പത്തിൻ്റെ സാന്നിധ്യവും കൂടുന്നതുകൊണ്ട് പല രോഗകാരണമായ അണുക്കളും പെറ്റുപെരുകാനുള്ള സാഹചര്യങ്ങളും വർദ്ധിക്കുന്നു. മൂന്നാമത്തേതാകട്ടെ, ഈ രോഗാണുക്കളെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകർത്തുവാൻ ഉതകുന്ന തരത്തിലുള്ള കീടങ്ങളുടെയും പ്രാണികളുടെയും സാന്നിധ്യവും അവ പെറ്റുപെരുകാനുള്ള സാഹചര്യങ്ങളും വർദ്ധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പല വ്യത്യസ്തമായ കാരണങ്ങൾ ഒന്നു ചേർന്ന് വരുന്നതുകൊണ്ടാണ് മഴക്കാലത്ത് ഇത്തരം രോഗങ്ങൾ വർദ്ധിതമായ തോതിൽ കാണപ്പെടുന്നത്. പിന്നെ കൊച്ചുകുട്ടികളിലും മുതിർന്നവരിലും പ്രതിരോധ ശക്തി പൊതുവെ കുറവായതുകൊണ്ട് ഈ കാലാവസ്ഥയിൽ രോഗം അധികം പിടിപെടുന്നതും അത്തരം പ്രായക്കാരിലായിരിക്കും. ഇതൊക്കെയാണ് മഴക്കാല രോഗങ്ങൾ എന്ന പേരിൽ പൊതുവെ മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിയാനിട വരുന്നത്. ഡോക്ടർ, നമ്മൾ ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി പറയാം. ആധുനിക രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ആവിർഭവിക്കുന്നതിന് മുമ്പേ തന്നെ ഭാരതത്തിൽ ഇത്തരം രോഗങ്ങളെ, കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വരുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ചില രീതികൾ അവലംബിച്ചിരുന്നു. കാരണം അന്ന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇന്നത്തെ പോലെ വാക്സിൻ ഇല്ല, രോഗങ്ങളെ ചെറുക്കാനുള്ള ഔഷധങ്ങളില്ലാത്തതുകൊണ്ട് രോഗങ്ങൾ വരാതിരിക്കുകയാണ് നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലുമെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വരാൻ പോകുന്ന കാലാവസ്ഥയെയും ആ കാലാവസ്ഥയിൽ വരുന്ന രോഗങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ശരീരത്തെ രോഗത്തിനെ ചെറുക്കുവാനുള്ള നിലയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ തന്നെ ഏർപ്പെടുത്തുകയായിരുന്നു പതിവ്. അപ്പോൾ അതിന്
വ്യത്യസ്തമായ രീതികളാണ് അവലംബിച്ചിരുന്നത്. ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക, ജീവിതചര്യയിൽ ചില മാറ്റങ്ങൾ വരുത്തുക, പരിതസ്ഥിതിയിൽ വേണ്ടുന്ന മുൻകരുതലുകൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ തന്നെ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കിക്കൊണ്ട് സ്വീകരിച്ച് അവർക്ക് ഈ രോഗങ്ങളെ ചെറുക്കുവാൻ കഴിഞ്ഞിരുന്നു. ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഈ പ്രതിരോധത്തിലൂന്നിയ ദിനചര്യ, ഭക്ഷണക്രമം, ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമാക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ രോഗകാരണമായ ഘടകങ്ങളെ നേരത്തെ തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായി കാലാവസ്ഥയിലൊരു മാറ്റം വരുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ശരീരത്തിനെ അതിനുവേണ്ടി തയ്യാറാക്കുക ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ദിനചര്യയിലും ഭക്ഷണക്രമത്തിലും നമ്മൾ ജീവിക്കുന്ന ആ സാഹചര്യങ്ങളിൽ പരിതസ്ഥിതിയിലും വേണ്ടുന്ന മാറ്റങ്ങൾ നമ്മൾ മുൻകൂട്ടി കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ആദ്യമായി ദിനചര്യ എന്ന് പറഞ്ഞത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളൊരു പ്രത്യേക ദിനചര്യയല്ല ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ വ്യായാമം ചെയ്യുന്ന ആളുകളായിരിക്കും പലപ്പോഴും, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്ന ആളുകൾ ഏറ്റവും സർവ്വസാധാരണമായി തിരഞ്ഞെടുക്കുന്നത് നടപ്പാണ്. അപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക? മഴ ഉണ്ടെങ്കിൽ ആ കാരണം പറഞ്ഞ് നമ്മൾ നടക്കാൻ പോകില്ല അല്ലേ? രാവിലത്തെ തണുപ്പും ഒക്കെ അനുഭവിച്ച് ഇന്ന് മഴയാണ്, ഇന്ന് വ്യായാമം വേണ്ട, നടപ്പ് വേണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും അത് മാറ്റിവെക്കുക പതിവ്. അങ്ങനെ ചെയ്യാതെ ആ വ്യായാമത്തിന് തുടർച്ച ലഭിക്കുന്ന രീതിയിൽ വീട്ടിൽ തന്നെ ഒരു 20 മിനിറ്റെങ്കിലും വ്യായാമം നമ്മൾ ചെയ്തിരിക്കണം. വ്യായാമം തീരെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സീസണിൽ ഒരു വ്യായാമം ആരംഭിച്ചിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് രാവിലെ കിട്ടുന്ന സുഖം നഷ്ടപ്പെടുത്തിയാണ് നമ്മൾ ഈ വ്യായാമം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ രോഗപ്രതിരോധത്തിന് വേണ്ടി നമ്മളത് ചെയ്തേ പറ്റൂ. അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെയാണ് നമ്മൾ സമയത്ത് ഉണർന്ന് എണീറ്റ് ശരീരത്തിൻ്റെ ആ തണുപ്പും ജഡതയും മാറ്റാൻ വേണ്ടിയിട്ട് 1-2 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് ആവിയൊക്കെ ശ്വസിച്ചതിന് ശേഷം വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ള ജലദോഷം, ചുമ, ശ്വാസം മുട്ട്, കഫക്കെട്ട് ഇത്തരം രോഗങ്ങളെ നമുക്ക് ചേർത്ത് നിൽക്കുവാൻ കഴിയും. അപ്പോൾ വ്യായാമത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ളൊരു ശേഷിയുണ്ടെന്നുള്ള കാര്യം ആധുനിക വൈദ്യശാസ്ത്രം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ അറിവിനെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ദിനചര്യയിലെ ആദ്യത്തെ പടി. ഇനി ഭക്ഷണക്രമങ്ങളിലൂടെ എങ്ങനെയാണ് ഈ പ്രതിരോധം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് തന്നെ രാവിലെ ആരംഭിക്കണമെന്ന് പറഞ്ഞതിന് ഒരു പ്രധാന കാര്യം, വേനലിൽ നമ്മൾ കുടിച്ചിരുന്ന പോലെ അത്രയധികം വെള്ളം ആവശ്യമുള്ളൊരവസ്ഥയല്ല ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു പോകും. പക്ഷേ ശരീരത്തിന് ജലത്തിൻ്റെ ആവശ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശരീരത്തിൽ ജലാംശം തുടർച്ചയായി നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോവുക ചെയ്യുന്നത്. ആ വിടവ് നികത്തുവാനും ശരീരത്തിൻ്റെ തണുപ്പ് മാറ്റുവാനും, അതുകൂടാതെ വെള്ളം കുറഞ്ഞു പോകുന്നതുകൊണ്ടുണ്ടാകുന്ന മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ ചെറുക്കുവാനും മലബന്ധം തുടങ്ങിയ അവസ്ഥകൾ ഇല്ലാതാക്കുവാനും വേണ്ടിയിട്ടാണ് ഈ വെള്ളം കൂടുതൽ കുടിക്കണമെന്ന് പറഞ്ഞത്. അതുകൂടാതെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ലഭ്യമായ പഴങ്ങളും പച്ചക്കറികളും എല്ലാം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം. മഴക്കാലത്ത് പൊതുവേ പച്ചക്കറികളുടെ ലഭ്യത കുറവാണ്. പണ്ട് തീരെ കുറവായിരുന്നു. കാരണം അന്ന് നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, പച്ചക്കറി ധാരാളം ലഭ്യമാണ്. വെണ്ടയ്ക്ക, വഴുതനങ്ങ, പയർ, അച്ചിങ്ങ പോലുള്ള സാധനങ്ങൾ ധാരാളം ഉപയോഗപ്പെടുത്തണം. പ്രാദേശികമായ ലഭ്യമായ പഴങ്ങൾ, പേരയ്ക്ക, പപ്പായ, മാമ്പഴം എന്നിവയും സുലഭമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇവയിലെല്ലാം നമ്മുടെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ജീവകങ്ങളും മൂലകങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മൂന്നാമതായി പരിസ്ഥിതിയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ. മഴ പെയ്തു തുടങ്ങുമ്പോൾ വീടിൻ്റെ പരിസരത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പഴയ പാത്രങ്ങൾ, ചിരട്ട, കുഴികൾ ഇവയെല്ലാം എലിമിനേറ്റ് ചെയ്യണം. ചപ്പ് ചവറുകൾ കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അവയെ കുഴിച്ചു മൂടണം. വീട്ടിൽ ദൈനംദിനം ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വീടിൻ്റെ പരിസരത്തായി വിതറിയിടാതെ വീട്ടിൽ തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ രോഗാണുവാഹകരായ കീടങ്ങളും പ്രാണികളും പെറ്റുപെരുകാതിരിക്കുകയും അഥവാ രോഗങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിലേക്ക് പടരാതിരിക്കാനായിട്ട് സഹായിക്കുക നമ്മൾ ചെയ്യും. ഇത് തന്നെ നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രേരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു രോഗം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെയുള്ള മുൻകരുതലുകളാണ് ഒരു ഋതുസന്ധിയിൽ, അതായത് ഒരു ഋതു മാറി മറ്റൊരു ഋതു വന്നു ചേരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ.
ഡോക്ടർ, ഈ കർക്കിടക മാസത്തിൽ സാധാരണയായി ഔഷധക്കൂട്ട്, കഞ്ഞി, കർക്കിടക കഞ്ഞി എന്നിവ ആളുകൾ പതിവായിട്ട് കഴിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഇതിൻ്റെ പ്രസക്തി എന്താണ്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കമ്പോളത്തിൽ ധാരാളം ഔഷധക്കൂട്ടുകളും ഔഷധ കഞ്ഞികളും എല്ലാം വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. അപ്പോൾ ആളുകൾ ഭയങ്കര സംശയത്തിലാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയുണ്ടോ, രോഗപ്രതിരോധത്തിന് ഇത് വളരെ പ്രധാനമാണോ എന്നെല്ലാം പല സംശയങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 തലമുറകൾ മുമ്പ് വരെ കേരളത്തിലെ ജീവിത രീതി എന്ന് പറയുന്നത് കാർഷിക വൃത്തിയിലൂന്നിയ ജീവിത രീതിയായിരുന്നു. ഈ മഴക്കാലം ഒഴികെ ബാക്കി എല്ലാ കാലാവസ്ഥയിലും വ്യത്യസ്തമായ കൃഷി വേലകളിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളായിരുന്നു നമ്മൾ. സത്യത്തിൽ ശരീരത്തിന് വേണ്ടുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ചെയ്യാനുള്ള ഒരു അവസരം അപ്പോൾ ലഭിക്കുകയില്ല. മഴക്കാലത്ത് ഒരു തരത്തിലുള്ള കൃഷിയും സാധ്യമല്ല. തുടർച്ചയായ മഴ, പച്ചക്കറികളുടെ കൃഷിയാണെന്നുണ്ടെങ്കിൽ ഒരു വിജയിക്കുകയില്ല. ഇക്കാരണത്താൽ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്ന്. അതുകൂടാതെ ഇന്നത്തെ പോലെ പച്ചക്കറി കടകളൊന്നും അന്നില്ല. അപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ തൊടിയിൽ നിന്ന് ലഭ്യമായ പല പച്ചക്കറികളുമാണ് അന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ധാന്യങ്ങളും ഉണങ്ങിയ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉണക്കി വെച്ചിട്ടുള്ള വസ്തുക്കളും അല്ലാതെ അന്ന് ഭക്ഷിക്കാൻ മറ്റൊന്നുമില്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് ശരീരത്തിന് പോഷകം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഔഷധ ഭക്ഷണ രീതി അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി വീട്ടിൽ തന്നെയുള്ള അരി, അന്ന് ഞവരരി എന്ന് പറയുന്നത് ഔഷധത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന അരിയായിരുന്നു. ആ അരി ഉപയോഗിച്ചുള്ള കഞ്ഞി ഉണ്ടാക്കുകയും പച്ചക്കറികൾ ലഭ്യമല്ലാത്തതുകൊണ്ടും ഇലകൾ സുലഭമായതുകൊണ്ടും ഭക്ഷ്യയോഗ്യമായതും ഔഷധ ഗുണമുള്ളതുമായ പല ഇലകൾ തിരഞ്ഞെടുക്കും. അപ്പോൾ ഒരേ ഇല തന്നെ ധാരാളം ലഭ്യമല്ല, കാരണം ഇതെല്ലാം പറമ്പിൽ അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്ന ഇലകളായിരുന്നു. അതുകൊണ്ട് പലതരം ഇലകൾ തിരഞ്ഞെടുത്ത് അവയിൽ ഭക്ഷ്യയോഗ്യമായ എല്ലാം ചേർത്തുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കുകയും അതിൽ തന്നെ ധാന്യങ്ങളും ഔഷധ ഗുണമുള്ള ധാന്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് അരികളാറും ജീരകം 3 എന്ന് പറയുന്ന ധാന്യങ്ങളും പത്തിലകൾ എന്ന് പറയുന്ന ഇലകളുമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കഞ്ഞിയായിരുന്നു നല്ലത്. ഇത് വർഷം മുഴുവൻ നീണ്ടു നിന്ന അധ്വാനത്തിൻ്റെ ഫലമായി ശരീരത്തിലുണ്ടാക്കിയിട്ടുള്ള ക്ഷീണത്തെ നികത്തുവാനും അന്ന് പ്രാദേശികമായി ലഭ്യമായിരുന്ന ജീവകങ്ങളും മൂലകങ്ങളും എല്ലാം ശരീരത്തിന് ലഭിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു പദ്ധതിയായിരുന്നു അത്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും അതിൽ ചേർക്കുന്ന ഇലകളും ധാന്യങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കാം. അതിൻ്റെ കൂട്ടുകൾ, അത് പാകം ചെയ്യുന്ന രീതി, അതിലെ ചേരുവകൾ, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കാം. അതെല്ലാം പ്രാദേശികമായി ലഭ്യമായ സംഗതികളെല്ലാം ചേർത്താണ് അത് ഒരുക്കിയിരുന്നത്. അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്ന് കമ്പോളത്തിൽ ഉയർത്തി കാണിക്കുന്ന പോലെ ഒരു അമിത പ്രാധാന്യം അതിന് നൽകേണ്ടതില്ല. കഞ്ഞി കുടിക്കാൻ പറ്റാതെ പോയതിൻ്റെ പേരിൽ എന്തെങ്കിലും നഷ്ടമാകുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഉണ്ടാക്കി കഴിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നല്ലത് തന്നെ. കാരണം പല പോരായ്മകളും, ശരീരത്തിന് ഉണ്ടാകുന്ന പല പോരായ്മകളും ഒരു മൾട്ടി വൈറ്റമിൻ ഗുളിക കഴിക്കുന്നത് പോലെ തന്നെ അതിന് നമ്മുടെ ശരീരത്തിന് നൽകുവാൻ കഴിയും. ഇല്ലാത്ത സമയവും ഇല്ലാത്ത പണവും ഉണ്ടാക്കി ബുദ്ധിമുട്ടി ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കേണ്ടുന്ന തരത്തിലുള്ള ഒരു പ്രാധാന്യം അതിന് നൽകേണ്ടതില്ല. അങ്ങനെയുള്ളൊരു പ്രാധാന്യം ഇന്നത്തെ കമ്പോളവൽകൃത സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലത് തന്നെ സാധ്യമാണെങ്കിൽ. ഡോക്ടർ, എങ്ങനെയാണ് ഇത്തരം രീതികൾ അല്ലെങ്കിൽ ചികിത്സകൾ ഈ രോഗങ്ങളെ അകറ്റി നിർത്തുന്നത് എന്ന് കൂടി ഒന്ന് പറയാം. ചില ആളുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ദിനചര്യയും ഭക്ഷണക്രമവും കൊണ്ട് മാത്രം ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വേണ്ടത്ര നിലയിലേക്ക് ഉയർന്നു കിട്ടിയെന്ന് വരില്ല. അത്തരം ആളുകളിൽ തിരഞ്ഞെടുത്ത ചില ഔഷധങ്ങളും ചില ചികിത്സാ രീതികളും കൂടി ഉപയോഗിക്കുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന പഞ്ചകർമ്മ ചികിത്സയാണ് ആയുർവേദ രീതിയിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞെങ്കിലും 5 സ്റ്റെപ്പുകളുള്ള ഒരു ചികിത്സയാണത്. നമ്മൾ പൊതുവേ കേൾക്കുന്ന ഉഴിച്ചിലും വിയർപ്പിക്കലും പഞ്ചകർമ്മത്തിൻ്റെ പൂർവ്വകർമ്മം മാത്രമേ ആവുന്നുള്ളൂ. അതാണ് പൊതുവേ ഇന്ന് ഔഷധ ഒഴിവാക്കിയുള്ള സുഖചികിത്സ എന്ന് പറയുന്ന ചികിത്സയുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായ ജീവിതശൈലി കൊണ്ട് ശരീരത്തിന് വന്നു ചേർന്നിട്ടുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ശരീരത്തെ വീണ്ടും
ഒരു രോഗ പ്രതിരോധ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണത്. ആയുർവേദ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ശരീരത്തിലെ ചാലകശക്തികളാണ്. ആ ചാലകശക്തികളുടെ സുഗമമായ പ്രവർത്തനത്തിന് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള തെറ്റായ ജീവിത രീതി തടസ്സമായി വന്നേക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ആ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചികിത്സാ പദ്ധതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ശരീരത്തിന് വന്നിട്ടുള്ള ആ കേടുകളെല്ലാം പോക്കി ശരീരത്തെ വീണ്ടും കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും പ്രതിരോധ ശക്തിയെ അതിൻ്റെ പഴയ നിലയിലേക്ക് എത്തിക്കുവാനും സാധിക്കുമെന്നാണ് ആയുർവേദ ചികിത്സ നിഷ്കർഷിക്കുന്നത്. ഡോക്ടർ, പലർക്കുമുള്ളൊരു സംശയമാണ് ഇത്തരം ചികിത്സകൾ ഒരിക്കൽ ചെയ്താൽ എല്ലാ വർഷവും ആവർത്തിക്കേണ്ടി വരുമോ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു തെറ്റായ ധാരണ നിലവിലുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് തെറ്റായ ജീവിതശൈലി കൊണ്ടും മറ്റും വന്നു ചേരുന്ന ശരീരത്തിൻ്റെ അപാകതകൾ പോക്കുന്നതിനാണ് നമ്മൾ ഇത്തരം ചികിത്സകൾ ചെയ്യുന്നത്. ചികിത്സ ചെയ്യുന്നതോടുകൂടി തന്നെ വീണ്ടും ആ തെറ്റായ ജീവിതശൈലി ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇത് ആവർത്തിക്കേണ്ടി വരില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശീലങ്ങൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ തെറ്റായ ശീലങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരിൽ ഒരു പക്ഷേ എല്ലാ വർഷവും അത് ഈ ചികിത്സ ആവർത്തിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതല്ലാതെ അതൊരു ചിട്ടയായിട്ട് ആവർത്തിക്കേണ്ടുന്ന ഒരു ചികിത്സാ രീതി അല്ലാതെ. ഡോക്ടർ, മറ്റൊരു സംശയം, ഈ പ്രായം ഇതിലൊരു ഘടകമാണോ? ഏത് പ്രായക്കാരിലും ഇത്തരം ചികിത്സ ചെയ്യാൻ സാധിക്കുമോ? പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാരിലും ഇത്തരം ചികിത്സ ചെയ്യാറില്ല. കാരണം അവരുടെ ശാരീരികമായ അവസ്ഥ ഇത്തരം ചികിത്സകളെ അനുവദിക്കുന്നില്ല. കൊച്ചുകുട്ടികളിൽ നമുക്ക് ഈ ഇപ്പോൾ ഒഴിച്ചിലും വേർപ്പിക്കലും ഒന്നും പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. വൃദ്ധന്മാരിൽ അവർക്ക് പൊതുവെ ചില രോഗങ്ങൾ വന്ന് അവശരായിട്ട് അവർക്കും ഈ ചികിത്സയെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരിക്കാമെന്നുള്ളത് കൊണ്ട് മാത്രം അവരെ ഒഴിവാക്കുന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞിരുന്ന തിരഞ്ഞെടുത്ത അതിൻ്റെ ഘടകങ്ങൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില അവസ്ഥകളിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് ഗുണം ചെയ്യും. മറ്റു രോഗങ്ങളുള്ളവരുടെ കാര്യത്തിൽ അത്തരം രോഗങ്ങളുള്ളവർക്ക് ഇത്തരം ചികിത്സ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? മറ്റു രോഗങ്ങളുള്ളവരിൽ അവരുടെ രോഗാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് നടപ്പിലുള്ള ചികിത്സയ്ക്ക്, അവർക്ക് അപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചികിത്സയ്ക്ക് വിരുദ്ധമാകുകയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചികിത്സകളിൽ നിന്നും, പഞ്ചകർമ്മ ചികിത്സകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു ഘടകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ചികിത്സ ചെയ്യുന്നതിന് വിരോധമില്ല. ഡോക്ടർ, ഈ ചികിത്സയിൽ എങ്ങനെയാണ് ഒരു സംയോജിത സമീപനം സാധ്യമാകുന്നത് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കാം. മുൻകാലങ്ങളിൽ രോഗനിർണയ സംവിധാനങ്ങളെല്ലാം വളരെ അപൂർണമായിരുന്നു, അപര്യാപ്തമായിരുന്നു. ഇന്ന് കാലം മാറി, സാങ്കേതിക വിദ്യ പുരോഗമിച്ചു, വൈദ്യശാസ്ത്രം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രോഗപ്രതിരോധത്തിന് ഊന്നൽ നൽകുന്നുണ്ടെങ്കിലും ഇന്നത്തെ ഒരു പ്രത്യേക സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രോഗങ്ങളും നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റും, കണ്ടുപിടിക്കുവാൻ പറ്റും. ആ സാങ്കേതിക വിദ്യയുടെ നന്മകൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുൻകൂട്ടി തന്നെ ശരീരത്തിന് എന്തെങ്കിലും രോഗം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള തരത്തിലുള്ള സമഗ്രമായ പരിശോധനകൾ ഇന്ന് ലഭ്യമാണ്. അത്തരം പരിശോധനകൾ നടത്തുമ്പോൾ മുൻകൂട്ടി കണ്ടെത്തുന്ന രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സയിൽ ബദൽ സംവിധാനങ്ങളായ ആയുർവേദ ചികിത്സയും യോഗയും നാച്ചുറോപ്പതിയും എല്ലാം അവയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചികിത്സാ രീതികൾ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക ചികിത്സയോടൊപ്പം തന്നെ ചേരുംപടി ചേർത്തുകൊണ്ട് പരസ്പര വിരുദ്ധമാകാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് സംയോജിത ചികിത്സാ രീതി. അത് ഈ അവസ്ഥയിലും, അതായത് ഋതുസന്ധികളിൽ വരുന്ന രോഗങ്ങളിലും ഇതേ കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ആധുനിക ചികിത്സയോടൊപ്പം തന്നെ ആയുർവേദവും യോഗയും നാച്ചുറോപ്പതിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രോഗിയെ സമ്പൂർണ്ണ ആരോഗ്യവാനാക്കി തീർക്കുന്ന ഒരു പദ്ധതിയാണ് സംയോജിത ചികിത്സാ രീതി. കർക്കിടക മാസ രോഗങ്ങൾ അഥവാ മഴക്കാല രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത്
കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ സി രവീന്ദ്രനാഥ് കാമത്താണ്. വളരെയധികം നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന്. മറ്റൊരു വാർത്തയിലേക്ക്. അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായ ഡൽഹിയിൽ ക്ഷയരോഗം വ്യാപിക്കുന്നതായി കണ്ടെത്തൽ. ഓരോ ദിവസവും 10 പേർ വീതം രോഗം ബാധിച്ച് മരിക്കുന്നതായി വിവരാവകാശ രേഖകൾ വിശകലനം ചെയ്ത് നടത്തിയ പഠനത്തിൽ തെളിഞ്ഞു. ദേശീയതലത്തിൽ ക്ഷയരോഗം ബാധിച്ച് 3 പേർക്ക് പ്രതിദിനം ജീവൻ നഷ്ടമാകുന്നുണ്ട്. എന്നാൽ ഈ കണക്കനുസരിച്ച് 10 പേർക്കാണ് ഡൽഹിയിൽ മാത്രം ജീവൻ നഷ്ടമാകുന്നത്. 15 വയസ്സിനും 44 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ആണ് കൂടുതലും മരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഡൽഹിയിൽ 68,000 പേർക്കാണ് രോഗം ബാധിച്ചത്. ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് ചികിത്സ ഉറപ്പാക്കുകയാണ് രോഗം തടയാനുള്ള മാർഗമെന്ന് സർവേ നടത്തിയ പ്രജ്ഞ ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ആന്റിബയോട്ടിക്കുകൾ മുഴുവൻ ഡോസും കഴിക്കണമെന്ന നിർദ്ദേശത്തെ വെല്ലുവിളിച്ച് ഒരു സംഘം ഗവേഷകർ. ചില സാഹചര്യങ്ങളിലെങ്കിലും പകുതി ഡോസ് മരുന്ന് കഴിച്ച ശേഷം മരുന്ന് നിർത്തുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അഥവാ ശരീരത്തിന് ആന്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കാനുള്ള കഴിവ് കൂട്ടുമെന്ന് ഗവേഷകർ പറയുന്നു. ദീർഘനാളത്തെ ആന്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗം ശരീരത്തിന് ആന്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ രോഗിക്ക് ആന്റിബയോട്ടിക് മരുന്ന് തുടങ്ങി രോഗാവസ്ഥയിൽ നിന്നും മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ ഡോസ് നിർത്തുന്നത് നല്ലതാണെന്നാണ് ഒരു സംഘം ഗവേഷകരുടെ പക്ഷം. മാത്രമല്ല, ആന്റിബയോട്ടിക്കുകൾ തുടർച്ചയായി കഴിക്കുമ്പോൾ അത് മനുഷ്യശരീരത്തിലെ ചെറുകുടൽ, തൊലി, മ്യൂക്കസ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ സൗഹൃദ ബാക്ടീരിയകളെ ചെറുക്കുന്ന ബാക്ടീരിയകളായി മാറ്റിയെടുക്കുകയും ഭാവിയിൽ എന്തെങ്കിലും ഗുരുതര രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യം വന്നാൽ മരുന്ന് ഫലപ്രദമല്ലാതായി തീരുകയും ചെയ്യും. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ ഇത് സംബന്ധിച്ച പഠനഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. സോറിയാസിസ് രോഗം ബാധിച്ച 60% ജനങ്ങൾ ഇന്ത്യയിൽ വിവേചനവും അപമാനവും നേരിടേണ്ടി വരുന്നുണ്ടെന്ന് ആഗോള സോറിയാസിസ് സർവേ റിപ്പോർട്ട്. അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായ ഡൽഹിയിൽ ക്ഷയരോഗം വ്യാപിക്കുന്നതായി കണ്ടെത്തൽ. ഓരോ ദിവസവും ക്ഷയരോഗം ബാധിച്ച് ജീവൻ നഷ്ടമാകുന്നത് 10 പേർക്ക്. ആന്റിബയോട്ടിക്കുകൾ മുഴുവൻ ഡോസും കഴിക്കണമെന്ന നിർദ്ദേശത്തെ വെല്ലുവിളിച്ച് ഒരു സംഘം ഗവേഷകർ. ചില സാഹചര്യങ്ങളിൽ പകുതി ഡോസ് മരുന്ന് കഴിച്ച ശേഷം മരുന്ന് നിർത്തുന്നത് ശരീരത്തിന് ആന്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കാനുള്ള കഴിവ് കൂട്ടുമെന്ന് പഠനം. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.